കൂട്ടുകാരെ, പത്രമാറ്റിലൊരു കിടിലൻ ട്വിസ്റ്റായിട്ട് നമ്മുടെ അനാമികയുടെ ചതി നമ്മുടെ ആദർശ് കയ്യോടെ പൊക്കി നമ്മുടെ അനന്തപുരി തറവാടിന്റെ തെളിവ് സഹിതം ആ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്ന ആ ഒരു കിടിലൻ രംഗം തന്നെയാണ് നമ്മുടെ പത്രമാറ്റ് പുത്തൻ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ അനാമിക നമ്മുടെ ഡൈനയ്ക്കും നവ്യയ്ക്കുമെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടി പുതിയൊരു ആയുധം എടുക്കുന്നുണ്ട്. നമ്മുടെ നന്ദുവായിട്ട് നമ്മുടെ അനി പ്രണയത്തിലായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മുടെ അനാമിക അവിടെ എല്ലാവരോടും നമ്മുടെ ദേവയാനോടും ജലജയോടും അവിടുത്തെ മുത്തശ്ശിയോടും എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ നമ്മുടെ നയനോട് ദേഷ്യം വരുമല്ലോ, ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ അനാമിക അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ആദർശ് ഇങ്ങനെ ഓഫീസിലിരിക്കുമ്പോൾ ആദർശിന്റെ കയ്യിൽ ആ നെക്ലസ് എത്തുകയാണ്. ആ ഒരു നമ്മുടെ അനാമികയുടെ അച്ഛൻ വിൽക്കാൻ കൊണ്ടുപോകുന്നത് നമ്മുടെ ആ അനന്തപുരി മൂർത്തീസ് ജ്വല്ലറിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു നമ്മുടെ മാല നമ്മുടെ ആദർശ് ഇങ്ങനെ കാണുമ്പോൾ ആദർശിന് സംശയം തോന്നുകയും ഇതാരാണ് ഇതിന്റെ പിന്നിലെന്ന് നോക്കുമ്പോൾ നമ്മുടെ അനാമികയുടെ അച്ഛനായിരിക്കും ഇത് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ശേഷം നമ്മുടെ ആദർശ് ഈ മാലയുമായിട്ട് നമ്മുടെ അനന്തപുരിയിൽ വരികയും നമ്മുടെ അനാമികയെ കയ്യോടെ പൊക്കി ആ ഒരു തെളിവ് സഹിതം എല്ലാം എന്താ പറയുക ആ ഒരു കള്ളത്തരം വെളിപ്പെടുത്തുന്ന ഒരു രംഗമൊക്കെ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ പത്രമാറ്റ് പുത്തൻ പ്രമോളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ അനാമികയുടെ കള്ളത്തരം നമ്മുടെ അനന്തപുരി തറവാട് അറിഞ്ഞിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? പോരാത്തതിന് മുത്തശ്ശൻ കൂടി വന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ എന്തായിരിക്കും അവിടെ അല്ലെ പ്രേക്ഷകർ? എന്തായാലും നിങ്ങൾ കാത്തിരുന്ന് കാണാട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.